ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്റ്റൂ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സ്റ്റൂ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, പിന്നെ എന്ത് സ്റ്റൂ ആണിതെന്ന്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കുന്ന സ്റ്റൂ ആണ്. സാധാരണ ഉണ്ടാക്കുന്ന സ്റ്റൂവിൽ നിന്ന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, പക്ഷേ ടേസ്റ്റ് വളരെ അധികം നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു സ്റ്റൂ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അപ്പത്തിൻ്റെ ആണോ, ഇടിയപ്പത്തിൻ്റെ ആണോ, പുട്ടിൻ്റെ ആണോ, അതുപോലെ തന്നെ പൊറോട്ടയുടെ ആണോ, ചപ്പാത്തിയുടെ ആണോ, പൊരിയുടെ ആണോ, ബ്രെഡിൻ്റെ ആണോ, ഇതിലേതിൻ്റെ കൂടെയാണ് ഏറ്റവും അധികം ഇഷ്ടമായതൊന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾ വേറെ രീതിയിലൊക്കെ സ്റ്റൂ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതും കൂടി എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് തന്നെ ആ റെസിപ്പി. ഇപ്പോൾ എനിക്ക് ആ റെസിപ്പി ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഈസി സ്റ്റൂ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇത്രയുള്ള ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സവാള, ഒരു മീഡിയം സവാള എടുത്തിട്ടുണ്ട്, അത് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പില വേണം, മല്ലിയില വേണം, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ പൊട്ടറ്റോ നമ്മളിതാ ഇതുപോലെയുള്ള പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതും ഒരെണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് എല്ലാം കുറച്ച് വീതം എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണം എന്നുള്ളതനുസരിച്ച് അളവ് കൂട്ടിയെടുക്കുക. പിന്നെ ഇതിലേക്ക് തേങ്ങാപ്പാലും ചേർക്കാം, അതുപോലെ തന്നെ വെള്ളത്തിലും വേവിക്കാം. അപ്പോൾ ആദ്യം ഞാനിപ്പോൾ തേങ്ങയുടെ 2ാം പാലിലാണ് വേവിക്കുന്നത്. നിങ്ങൾക്കത് ഒഴിവാക്കിയിട്ട് വെറുതെ വെള്ളത്തിൽ, നമ്മൾ സാധാരണ കുക്ക് ചെയ്യുന്ന വെള്ളത്തിൽ ചേർത്ത് വേവിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ചെയ്താൽ മതി. അങ്ങനെ അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നമുക്കിനി കുക്ക് ചെയ്യാൻ തുടങ്ങാം. ഇതിലേക്ക് പിന്നെ വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി വേണം, അത് നമ്മൾ കറി ഉണ്ടാക്കി തുടങ്ങുമ്പോൾ പറയാം. അപ്പോൾ നമ്മളൊരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാവും വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് ഞാനിപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന 1 ഏലക്ക, 4 ഗ്രാമ്പു, ഒരു 8-9 കുരുമുളക്, ഒരു പീസ് കറുകപ്പട്ട, ഇത്രയും ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. ഇത് ചതച്ചിട്ട് തന്നെ ചേർക്കണം. കുരുമുളക് പൊടിയൊന്നും ചേർത്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല കേട്ടോ. ഈ എണ്ണയിലേക്ക് ഇതിൻ്റെ എല്ലാം ഫ്ലേവർ ഒന്ന് പിടിച്ചു വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. കുരുമുളക് കൂടുതൽ ചേർക്കുകയാണെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ എരിവ് കൂടിപ്പോവും. അല്ലാതെ പൗഡർ പോലെ മിക്സിയിൽ പൊടിച്ചെടുക്കാനും പാടില്ല. ഒന്ന് ചൂടായി വരുന്നുണ്ട്, ഇത്രയും മതി. നമുക്കിനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇത് രണ്ടും ചേർത്ത് ഇനി ഇതിൻ്റെയും ഫ്ലേവർ നമ്മുടെ എണ്ണയിലേക്ക് ഒന്ന് പിടിച്ചു വരണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുത്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ എടുത്ത് മാറ്റാൻ പാകത്തിൽ നമ്മൾ കുറച്ച് വലുപ്പത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചോപ്പ് ചെയ്ത് ചേർക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം, അതുപോലെ തന്നെ പച്ചമുളകും ചേർക്കാം. സവോള ഒന്ന് ഒരുപാട് അങ്ങോട്ട് വഴറ്റിയെടുക്കണ്ട കേട്ടോ. ഒന്ന് ട്രാൻസ്പെറൻ്റായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഒരു തേങ്ങാപ്പാലിൻ്റെ മധുരവും അതുപോലെ ബാക്കി എരിവും എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്റ്റൂ ആണ്. നമ്മുടെ അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാം. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും കഴിക്കാം, പക്ഷേ ഏറ്റവും ടേസ്റ്റ് അപ്പത്തിനും ഇടിയപ്പത്തിനും പിന്നെ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഒരു ഈസി ആയിട്ടുള്ള സ്റ്റൂ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. അധികം ഇൻഗ്രീഡിയൻസ് വേണ്ട, നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ സ്റ്റൂ ഉണ്ടാക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വെള്ളം ഒഴിച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് തേങ്ങയുടെ 1ാം പാല് മാത്രം മതി. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഹാഫ് കുക്കായി വരുമ്പോഴേ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഷ്ണങ്ങൾ വേഗം കുക്കായി കിട്ടും, ഉപ്പ് ആദ്യമേ ചേർക്കാതിരുന്നുണ്ടെങ്കിൽ. മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കില്ല കേട്ടോ നമ്മൾ ഈ റെസിപ്പിയിലേക്ക്. നമ്മുടെ സ്റ്റൂവിൻ്റെ കളർ ഒരു വൈറ്റ് കളറായിരിക്കും. പ്യുവർ വൈറ്റ് അല്ല എങ്കിലും ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലേക്കായിരിക്കും നമ്മുടെ കറി ഉണ്ടാവുക. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ അത്രയും ഭംഗി ഉണ്ടാവില്ല കറി കാണാനായിട്ട്. യെല്ലോ കളർ സ്റ്റൂ ആയി പോകുമല്ലോ. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. സവോളയൊക്കെ ഇനി ബാക്കിയുള്ള കഷ്ണങ്ങളുടെ കൂടെ ചേർന്നിട്ട് കുക്കായി വന്നോളും. ഇപ്പോൾ ഒന്ന് ട്രാൻസ്പെറൻ്റായി വന്നിട്ടുണ്ട്. സവോളയൊക്കെ നമുക്ക് കാണാൻ കിട്ടണം, ആ രീതിയിൽ വേണം. ഒരുപാട് അലിഞ്ഞു പോകുന്ന രീതിയിൽ വേണ്ട. അതുകൊണ്ടാണ് ഞാനത് കുക്കറിൽ വേവിക്കാതെ ചട്ടിയിൽ തന്നെ വേവിക്കുന്നത്. കുക്കറിലാണെങ്കിലും ഇതുപോലെ വഴറ്റിയിട്ട് ഒരു വിസിൽ വരുമ്പോൾ അപ്പോൾ തന്നെ നമ്മുടെ കുക്കറിൻ്റെ പ്രഷർ റിലീസ് ചെയ്യുക. അതിനുശേഷം വേഗം തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. ഇല്ലെങ്കിൽ വല്ലാതെ അങ്ങോട്ട് കുക്കായി ഉടഞ്ഞു പോകും. ബാക്കി നമുക്ക് ക്യാരറ്റും കൂടി ചേർക്കാം.
കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇങ്ങനെ എണ്ണയിൽ വഴറ്റിയിട്ട് സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ സ്റ്റൂവിന്. നമ്മൾ ഡയറക്റ്റ് വെജിറ്റബിൾസ് മാത്രം കുക്ക് ചെയ്തിട്ട് പിന്നീട് എണ്ണയിലൊക്കെ സവാളയൊക്കെ വഴറ്റിയെടുക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഇതുപോലൊന്ന് വഴറ്റിയതിന് ശേഷം സ്റ്റൂ ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് ഏതിൻ്റെ കൂടെയാണ് ഇഷ്ടമായതെന്ന് പറയണേ. അപ്പത്തിൻ്റെ ആണോ ഇടിയപ്പത്തിൻ്റെ ആണോ അതുപോലെ തന്നെ പൊറോട്ടയുടെയോ പൂരിയുടെയോ ബ്രെഡിൻ്റെയോ ഏതിൻ്റെ കൂടെയാണിന്ന്. ഇതിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഉപയോഗിക്കാവുന്ന റെസിപ്പിയാണ്, അതുപോലെ തന്നെ ഡിന്നറിനും ഉപയോഗിക്കാവുന്ന റെസിപ്പിയാണ്. നമ്മൾ രണ്ട് സമയത്തേക്കും ഒരുപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പികൾ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും എളുപ്പമായിരിക്കുമല്ലോ. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടവർക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് സെലക്ട് ചെയ്യാം, ഡിന്നറിന് വേണ്ടവർക്ക് ഡിന്നറിന് വേണ്ടത് സെലക്ട് ചെയ്യാം. അങ്ങനെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന റെസിപ്പികളാണ് നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ചെയ്തു പോകുന്നത്. അപ്പോൾ ഇതൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമുക്ക് വെള്ളമാണെങ്കിൽ വെള്ളം അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങാപ്പാൽ എന്ന് പറയുമ്പോൾ ഒരുപാട് കട്ടിയുള്ള പാലൊന്നും വേണ്ട, 2-ാം പാൽ മതി. കഷ്ണങ്ങൾ നന്നായിട്ട് കുക്കായി വന്നതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ചട്ടിയിൽ വേവിക്കുമ്പോൾ കഷ്ണങ്ങൾ കുക്കാവാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ ഇതിൽ ക്യാരറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ഒഴിവാക്കിയിട്ട് പൊട്ടറ്റോ മാത്രം ഉപയോഗിച്ചിട്ട് ഈ ഒരു റെസിപ്പി ചെയ്യാം കേട്ടോ. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മളിപ്പോൾ ക്യാരറ്റും കൂടി ഉള്ളപ്പോൾ കുറച്ചുകൂടി കളർഫുള്ളായിട്ട് ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ ചിക്കൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചിക്കൻ ബ്രസ്റ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ വഴറ്റി ചിക്കനും കൂടി ചേർത്തിട്ട് ചിക്കൻ സ്റ്റൂ ആക്കി ചെയ്യാം. അപ്പോൾ ഞാനിനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. തേങ്ങയുടെ 2-ാം പാൽ. ഈ കഷ്ണങ്ങളുടെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ കുറച്ച് തേങ്ങാപ്പാൽ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ പോരാ എന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ചുകൂടി ഒന്ന് ചേർത്തിട്ട് അടച്ചു വയ്ക്കാൻ പോവുകയാണ് നന്നായിട്ട് കുക്കായി വരുന്നത് വരെ. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് അടച്ചു വയ്ക്കാം. അതിനുശേഷം കുക്കായി കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പൊക്കെ ചേർക്കാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്റ്റൂ ഇതാ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു കേട്ടോ. ഈ ഒരു സ്റ്റേജ് ആയപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കുക. ഒരുപാട് വെള്ളമില്ല, നമുക്കിനി വെള്ളം കുറവേ ഉള്ളൂ. നിങ്ങൾക്ക് അപ്പോൾ എത്ര അളവിൽ സ്റ്റൂ വേണം എന്നുള്ളതനുസരിച്ച് നമ്മൾ വെള്ളം വറ്റിച്ചെടുക്കുക. നന്നായിട്ട് വറ്റിച്ചെടുക്കരുത്, കുറച്ച് ഗ്രേവി ഉള്ള രീതിയിൽ വറ്റിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 1-ാം പാൽ ചേർക്കാം. ഞാനിപ്പോൾ 1/2 കപ്പാണ് 1-ാം പാൽ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഉപ്പൊക്കെ ഉരുളക്കിഴങ്ങിലേക്കും ക്യാരറ്റിലേക്കും ഒക്കെ പിടിച്ച് വന്നിട്ടുണ്ടാവും കേട്ടോ. ഞാൻ ഉപ്പ് ചേർത്തിട്ട് ഒരു 2 മിനിറ്റും കൂടി തിളപ്പിച്ചെടുത്തു. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം 1-ാം പാൽ ചേർക്കാൻ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൺചട്ടി ആയതുകൊണ്ട് വല്ലാതെ അങ്ങ് തിളച്ചു പോവും. അതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 1-ാം പാലും ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്തിട്ട് ഉടനെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്റ്റൂ റെഡിയായി. ഇനി നമുക്കിതിലേക്കൊന്ന് വറവിട്ടെടുക്കണം. സാധാരണ സ്റ്റൂവിൽ നമ്മൾ വറവിട്ടെടുക്കാറില്ല, പക്ഷേ ഈ ഒരു സ്റ്റൂവിൽ നമ്മൾ വറവിട്ടെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അതിനായിട്ട് നമുക്ക് വേറൊരു പാൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ വറവിടാനായിട്ട് വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് കൂടുതൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറവ് മതി എന്നുണ്ടെങ്കിൽ ഇതിലും കുറച്ച് ചേർക്കാം. അപ്പോൾ നമ്മൾ മൺചട്ടിയിൽ തന്നെ സ്റ്റൂ ഉണ്ടാക്കി വെക്കുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തില്ലെങ്കിൽ നമ്മുടെ തേങ്ങാപ്പാൽ തിളച്ച് വരും. അതുകൊണ്ട് ആ ചട്ടിയുടെ ചൂടിലിരുന്ന് തിളയ്ക്കാതിരിക്കാൻ വേണ്ടി നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ഉപ്പും എരിവും ഒക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ 1-2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നെയ്യൊക്കെ ഒന്ന് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കാഷ്യൂനട്ട് ചേർക്കാൻ പോവാണ്. ഇതൊക്കെ ചെയ്താൽ ഈ ഒരു സ്റ്റൂവിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും വേണ്ട, ചെറിയ ക്വാണ്ടിറ്റി മതി. കാഷ്യൂനട്ട് ഒന്ന് ചൂടായി കളർ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇതിലേക്ക് റൈസിൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് കളർ മാറിയിട്ട് റൈസിൻസ് ആഡ് ചെയ്യരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈസിൻസ് കുക്കായി വരുമ്പോഴത്തേക്കും കാഷ്യൂനട്ടിൻ്റെ കളർ വല്ലാണ്ട് അങ്ങോട്ട് മാറിപ്പോവും. ഞാനിപ്പോൾ തന്നെ റൈസിൻസ് ഇനി ചേർക്കുകയാണ്. ഇനി ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ആ റൈസിൻസൊക്കെ ഒന്ന് വീർത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക.
അപ്പോൾ നമ്മൾ ഇടയ്ക്ക് നമ്മുടെ കറി ഒന്ന് ശ്രദ്ധിക്കണം, തിളച്ച് പോവാതെ. അപ്പോൾ എൻ്റെ സ്റ്റൂവിന് പ്യുവർ വൈറ്റ് കളർ അല്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ പ്യുവർ വൈറ്റ് കളർ ആയിരിക്കില്ല എന്ന്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉരുളക്കിഴങ്ങ് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച ചട്ടിയിൽ തന്നെയാണ് സ്റ്റൂ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ലൈറ്റായിട്ടൊരു യെല്ലോ ഷെയ്ഡ് വന്നിട്ടുണ്ട്. നമ്മുടെ കുറുമയുടെയൊക്കെ ഒരു കളർ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കാത്ത പാത്രത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ഒരു കളർ വരില്ല കേട്ടോ, വൈറ്റ് കളർ തന്നെ വരും. പ്യുവർ വൈറ്റ് അല്ല, ഓഫ് വൈറ്റ് ഷെയ്ഡ് വരും. അപ്പോൾ നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തു. കാഷ്നട്ടും റൈസിൻസും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൂവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ സ്റ്റൂവിലേക്ക് ചേർക്കുകയാണ്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മണിക്കൂറോ അരമണിക്കൂറോ കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുക. ചൂടോടുകൂടി സെർവ് ചെയ്യുന്നതിനേക്കാൾ ചെറുതായിട്ടൊന്ന് ചൂട് കുറഞ്ഞു വരുമ്പോൾ സെർവ് ചെയ്യുന്നതാണ് ടേസ്റ്റ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പഞ്ചസാരയുടെ മധുരവും എരിവും എല്ലാം നമ്മുടെ കഷ്ണങ്ങളിൽ പിടിച്ച് ഈ നെയ്യുടെ ഒരു ഫ്ലേവറും ഒക്കെ ഒന്ന് പിടിച്ച് വന്നിട്ട് ടേസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാം ഒന്ന് പിടിച്ച് വന്നിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ സ്റ്റൂവിന്. അല്ലാതെ നമ്മൾ കറി ഉണ്ടാക്കിയിട്ട് അപ്പോൾ തന്നെ കഴിക്കുകയാണെങ്കിൽ അത്ര ടേസ്റ്റ് വരില്ല കേട്ടോ. അത് മിക്ക കറികൾക്ക് അങ്ങനെ തന്നെയാണ്. നമ്മൾ കറികൾ ഉണ്ടാക്കി വെച്ചിട്ട് 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിഞ്ഞിട്ട് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. നിങ്ങൾ ഡിന്നറിനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ വൈകിട്ടൊരു 4 മണിയാകുമ്പോൾ കറിയൊക്കെ റെഡി ആക്കിക്കോളൂ. ഒരു 7 മണിയാകുമ്പോൾ കഴിക്കാം നമുക്ക്. 3 മണിക്കൂർ കൊണ്ട് ചൂടൊക്കെ നന്നായിട്ട് മാറി വരും. ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ ഒരു 5 മണിയാകുമ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 7-7:30 ആകുമ്പോൾ കഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റൂ ഒക്കെ റെഡി ആയി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്ന് പറയാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.